ഈ പട്ടണത്തിൽ, തിരുവനന്തപുരം പട്ടണത്തിൽ നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായി. ഇന്ത്യക്കാരുടെ കൈകൊണ്ട് റോജർ ഹോസ്മ ഇവിടെ വന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് കൺവെൻഷൻ നടത്തുമ്പോൾ 100 രോഗികൾ സൗഖ്യമായി. ഒരു ദിവസം പെട്ടെന്ന് റോജർ ഹോസ്മയുടെ വീസ ക്യാൻസലായതല്ല, പ്രസംഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോലീസ് കമ്മീഷണർ വന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ വയ്യ. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് പറയുന്നത് റോജർ ഹോസ്മ പ്രസംഗിക്കാൻ പറ്റത്തില്ല. തലേ രാത്രിയിൽ വീൽ ചെയർ പേഷ്യൻസ് എഴുന്നേറ്റതും വടികുത്തി നടന്നവർ വടിയും കളഞ്ഞിച്ചു പോയതും പിറവിക്കുരുടർ കണ്ടതുമൊക്കെയായി കഥകൾ കിടക്കുന്നു. ഭയങ്കര ജനക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നു. 6 മണി അതോടുകൂടെ പോലീസ് കമ്മീഷണർ റോജർ ഹോസ്മയെ അറിയിച്ചു, പ്രസംഗിച്ചാൽ അറസ്റ്റ് ചെയ്യും. അദ്ദേഹം പി ഡി ജോൺസനെ വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്റർ പി ഡി ജോൺസൺ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന മനുഷ്യനാണ്, ബഹുമാനിച്ചിരുന്ന അദ്ദേഹം ഇന്നില്ല. പി ഡി അങ്ങനെ ആയിരുന്നു അദ്ദേഹം വിളിക്കുന്നത്. പി ഡി സ്റ്റേജിൽ കയറ്. അദ്ദേഹം പറഞ്ഞു, ഹോസ്മ, നീ പ്രസംഗിച്ച സ്റ്റേജിൽ കഴിഞ്ഞ രാത്രി നടന്ന രോഗശാന്തി എന്തോ, ഞാൻ എന്തു ചെയ്യാനാണ്? പുള്ളി പറഞ്ഞു, ഞാൻ അല്ലടാ ചെയ്തത്, പാതാള ഗോപുരം ജയിക്കത്തില്ല. ഞാൻ സ്റ്റേജിൻ്റെ പുറകിൽ കാണും. എനിക്ക് സ്റ്റേജിൽ കയറാൻ ഒക്കത്തില്ല, നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമം. ഞാൻ സ്റ്റേജിൽ കയറത്തില്ല, ഞാൻ സ്റ്റേജിൻ്റെ പുറകിൽ കാണും. പക്ഷെ പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ നിൽക്കും.